വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ചെമ്പ തവിട് പച്ചരിയും ചെറുപയറും ചേർത്ത് ഉണ്ടാക്കുന്ന പുട്ടും പിന്നെ ഒരു സ്പെഷ്യൽ പപ്പടവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ദേ കണ്ടോ, ഇതാണ് ചെമ്പ തവിട് പച്ചരി. ഇതിൻ്റെ ഗുണങ്ങൾ ഒത്തിരിയാണ്. വെയിറ്റ് ലോസിനും ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനും സ്കിന്നിനും ഇത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 0% ആണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും അയൺ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ചെമ്പ റൈസ് ആഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി ഇത് പൊടിക്കണം. അപ്പോൾ പൊടിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചമ്പ റൈസ് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മളിവിടെ 2 കപ്പ് ചമ്പ റൈസാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക. ആൻഡ് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. അപ്പം ഏത് കപ്പിലാണോ നിങ്ങൾ റൈസ് എടുത്തത് ആ കപ്പിൽ തന്നെയാണ് 2 ഗ്ലാസ് വെള്ളം എടുക്കേണ്ടത്. ഓക്കെ. എന്നിട്ട് നമ്മൾ പുട്ടിൻ്റെ പരുവത്തിന് നമ്മൾ നന്നായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കുക. ആൻഡ് മിക്സ് ചെയ്ത ശേഷം ഇതിൽ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് കുറച്ച് തേങ്ങയും വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ ശർക്കര ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പുട്ടിൻ്റെ മാവും ഈ ചെറുപയർ മിക്സും ലെയർ ആയിട്ട് സ്റ്റീമറിൽ ഇടുവാണ്. എന്നിട്ട് നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാം. നമ്മളിതേ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് പപ്പടം കാച്ചിയെടുക്കാം. പപ്പടം നമ്മളിവിടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത പപ്പടം കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുവാണ്. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് പുട്ട് റെഡിയായെന്ന് നോക്കിയിട്ട് വരാം. ദേ കണ്ടോ, നല്ല ആവി പറക്കുന്ന നമ്മുടെ ചമ്പ പുട്ട് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇതിന് നമുക്ക് പപ്പടവും കൂട്ടി കഴിക്കാം. സോ ഞാനിവിടെ ഗ്രീൻ പീസിൻ്റെ കറി കൂടി എടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ് ആൻഡ് ഓൾസോ ഹെൽത്തി റെസിപ്പിയാണ്. സോ ഡു ട്രൈ ഇറ്റ്. And if you like this video, please don't forget to like, share, comment and subscribe to our channel. Thank you for watching.